ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് വിട്ട് ബി.ജെ.പിയിലേക്ക് എത്തുമെന്നുള്ള ചർച്ച വർഷങ്ങളായി നടക്കുകയാണ്. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു CPM ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. ശശി തരൂരുമായി അവർ സംസാരിക്കാൻ തയ്യാറാണ്, തങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ CPM എന്ന കേരളത്തിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയിൽ വരുന്നത് ശരിയായ രീതിയാണോ? എനിക്ക് തോന്നുന്നില്ല. ഒരു വിശ്വ പൗരെന്നുള്ള നിലയിൽ, ഐക്യരാഷ്ട്രസഭയുടെ മുൻ ഉദ്യോഗസ്ഥനെന്നുള്ള നിലയിൽ CPM പോലുള്ള കേരളത്തിൽ മാത്രം ഇപ്പോൾ വേരോട്ടമുള്ള ഈ പാർട്ടിയിലേക്ക് പോകുമെന്ന് അത്ര വിശ്വസനീയം അല്ല. അതുമല്ല, അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിലുള്ള ആ അസ്വാരസ്യം അദ്ദേഹത്തിന് മനസ്സിൽ മാനസികമായിട്ട് അകൽത്തിയിട്ടുണ്ട് എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഭാരതീയ ജനതാ പാർട്ടിയോടാണ് കൂറെന്നാണ് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പേജുകൾ വായിച്ചാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ വച്ചും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ CPM പോലുള്ള ഇത്തരത്തിലെ വളരെ അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസികളെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പല മോശമായ പ്രവൃത്തികളും സർക്കാർ തലത്തിലുണ്ടായിട്ടും അത്തരത്തിലൊരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ ചെന്ന് മുങ്ങാൻ ശശി തരൂർ രാജ്യവിരുദ്ധ നിലപാടെടുത്ത ഒരു പാർട്ടിയിലേക്ക് ശശി തരൂരിന്, ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ശശി തരൂരിന് എങ്ങനെ പോകാൻ സാധിക്കും? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെയുള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് അതാണ്. അദ്ദേഹത്തിന് ഒരു രാജ്യമാണ് വലുത്. പ്രധാനമന്ത്രി പറയുന്ന അതേ ആശയമാണ് ശ്രീമാൻ തരൂരിൻ്റെ ആശയവും. ആദ്യം രാജ്യം, രാഷ്ട്രം, രണ്ടാമതേ രാഷ്ട്രീയമുള്ളൂ, മൂന്നാമത് രാഷ്ട്രീയ പ്രവർത്തകരുള്ളൂ. ആ മോഡിയുടെ അതേ തത്വസംഹിതയാണ് ഒരു ദേശീയ നിലവാരത്തിലുള്ള വർത്തമാനങ്ങളുള്ള ഒരാൾ. ഇവിടെ ഒരു ദേശീയത ഇല്ല. ഇവിടെ ഉള്ളത് ശരിക്കും കമ്മ്യൂണിസം സൈദ്ധാന്തിക സിദ്ധാന്തങ്ങളാണ്, വൈരുദ്ധ്യാത്മിക ഭൗതികവാദങ്ങളാണ്. ഒട്ടും ഭാരതീയ സങ്കല്പത്തിൽ വിശ്വസിക്കാത്ത ഒരു സൈദ്ധാന്തികമുള്ള പാർട്ടിക്കകത്ത്, ഈശ്വരവിശ്വാസം ഇല്ലാത്തൊരു പാർട്ടിക്കകത്ത് തരൂരിനെ പോലുള്ള ഒരു വിശ്വപൗരൻ പോകുമോ എന്നുള്ളത് വളരെ ആലോചിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ശശി തരൂർ തന്നെ ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ശരിക്കും ദുബായിലൊക്കെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ചില കേരള പൊളിറ്റിക്സ് നേതാക്കളുമായിട്ട് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. അതാരെങ്കിലും കണ്ട് ഉള്ള പൊടിപ്പും തൊങ്ങലും വെച്ച് കഥകൾ ഇറക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൂടാ. അദ്ദേഹം അങ്ങനെ വ്യക്തമായി പോകുന്നു എങ്കിൽ അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടും വ്യക്തമായ ദേശീയതയും ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് പഹൽഗാം സംഭവത്തിന് വിദേശ രാഷ്ട്രങ്ങളിൽ അദ്ദേഹത്തെ പ്രതിനിധിയായിട്ട് അയച്ചത്. പലരും ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെയായാലും മറ്റ് പ്രസ്താവനകളിലൂടെയായാലും ഹിന്ദുത്വ അജണ്ടയെ എല്ലാ കാലത്തും എതിർത്തിട്ടുള്ള ഒരു നേതാവാണ് ശശി തരൂർ. അതെ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ എഴുതി വെച്ചിരിക്കുകയാണ് അദ്ദേഹം ഹിന്ദുത്വക്കെതിരെ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെ ബി.ജെ.പിയിൽ പോകാൻ കഴിയുമെന്നൊരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം തന്നെ അദ്ദേഹം പുറത്തിറക്കിയ പുസ്തകമുണ്ട്. അതിൽ തന്നെ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത് ഈ രാഷ്ട്രത്തിനൊരു ദേശീയ വികാരമുണ്ട്. ആ ദേശീയ വികാരം മതത്തിനപ്പുറമുള്ള ഭാരതീയ സങ്കല്പങ്ങളാണ്. ഈ ഭാരതത്തിൻ്റെ ഹൈന്ദവീയമായ സംസ്കാരം, ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു മതമായിട്ട് അദ്ദേഹം കാണില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ആ ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ, അദ്ദേഹം എഴുതുന്ന എല്ലാ ലേഖനങ്ങളിലും ഉണ്ട്. അതും ആദ്യമായിട്ട് അദ്ദേഹം ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ചില വിദേശ നയങ്ങളെയും ഇന്ദിരാഗാന്ധിയുടെ ചില ഇന്ത്യയിലുള്ള മതങ്ങളെ പ്രീണിപ്പിക്കുന്ന നയം വന്നപ്പോൾ തുറന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സോണിയയുടെ AICCയിൽ അദ്ദേഹം രാജീവ് ഗാന്ധി മരണപ്പെട്ടത് കഴിഞ്ഞ് വന്നതിന് ശേഷം AICCക്കകത്തുള്ള സോണിയയുടെ ചില പെരുമാറ്റങ്ങളെ അദ്ദേഹം വളരെ കർക്കശമായ രീതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവിനുപരി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ചില പ്രവർത്തികൾ ഇദ്ദേഹത്തിനും സ്വീകാര്യമാണ്. മോഡിയുടെ ചില ആശയങ്ങൾ വിശ്വപൗരൻ എന്നുള്ള നിലയിൽ, നല്ലൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, ലോകം വീക്ഷിക്കുന്ന നേതാവ് എന്നുള്ള നിലയിൽ മോഡിയുടെ ചില തീരുമാനങ്ങളെ ഡോക്ടർ ശശി തരൂർ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു BJP സ്നേഹമുണ്ടോ എന്ന് AICCക്ക് സംശയം. ഇപ്പോൾ രാഹുലിൻ്റെ ചില വിദേശ രാഷ്ട്രങ്ങളിലുള്ള പെരുമാറ്റങ്ങൾ, രാഹുൽ ഏകദേശം ബോംബെയിലൊരു ഹിന്ദുത്വത്തെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞതിൽ
നഖശികാന്തം എതിർത്തിട്ടുള്ളൊരു AICC മെമ്പറാണ് ശ്രീമാൻ ശശി തരൂർ. ശശി തരൂരിന്റെ വരവ് BJPക്ക് ഗുണകരമായി മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് ഘടകത്തിൽ ശശി തരൂരിനെ KPCCക്കകത്തും മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കകത്തും ശശി തരൂർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു വിഭാഗം നല്ല ക്വാളിറ്റി നേതാക്കളുണ്ട്. അതാണ് കോൺഗ്രസിനെ അലട്ടുന്നത്. അതുകൊണ്ടാണ് ഇത്രയും മോഡിയെ സ്തുതിച്ചിട്ടും പ്രധാനമന്ത്രിയെ വാനുവോളം പുകഴ്ത്തിയിട്ടും വിദേശ രാഷ്ട്രങ്ങളിൽ പോയിട്ട് പോലും മോഡിയുടെ പ്രശംസിച്ചിട്ടും അദ്ദേഹം ഈ രാഹുലിനെയോ AICCയിലുള്ള പല വ്യക്തികളെയും കാണുകയോ ചെയ്തപ്പോൾ തിരുത്താൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളും പുനഃപരിശോധിക്കണമെന്ന് AICCയും KPCCയും പറഞ്ഞിട്ടുണ്ട്. ഒന്നും അദ്ദേഹം പുനഃപരിശോധിച്ചിട്ടില്ല. അദ്ദേഹം അതിൻ്റെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഭാരതത്തിൻ്റെ വികസനം. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ പഴയ ദരിദ്ര ഭാരതമല്ല, സാമ്പത്തിക ശക്തിയിൽ ഒന്നാമതായി വരണം. ഇപ്പോൾ ലോക സാമ്പത്തിക ശ്രേണിയിൽ ലോക GDP റേറ്റിൽ ജപ്പാനെ പിന്തള്ളി ഭാരതം 4ാം സ്ഥാനത്ത് വന്നു. അതിലേറ്റവും കൂടുതൽ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ശശി തരൂരിൻ്റെ ട്വിറ്റർ പേജുകളിലാണ് അഭിനന്ദിച്ചെഴുതിയിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് 77 വർഷം നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആഘോഷിക്കുമ്പോൾ 60 വർഷവും ഈ രാജ്യം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്, എൻ്റെ പാർട്ടിയാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നീണ്ട ഒരു 15 വർഷമായിട്ട് പ്രതിപക്ഷം അടൽ ബിഹാരി വാജ്പേയിയും ഇപ്പോൾ 11 വർഷം നരേന്ദ്രമോദിജിയും 2.5 വർഷം മൊറാർജി ദേശായി ഭരണത്തിലുണ്ട്. ഇത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഭരിച്ചിട്ടുള്ളത് കോൺഗ്രസ്സാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന മഹർ, ശ്രീമതി ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നരസിംഹറാവു, വിശ്വനാഥ പ്രതാപ് സിംഗ്, IK ഗുജറാൾ, ദേവേഗൗഡ, ഇങ്ങനെയുള്ള വൻപന്മാർ ഇവിടെ ഭരിച്ചിരുന്നതെല്ലാം കോൺഗ്രസ്സുകാരാണ്. ഇപ്പോഴൊന്നും വികസിക്കാത്ത ഭാരതം, ലോകത്തിലെ 57ാം സ്ഥാനത്ത് കിടന്നതാണ് എക്കണോമിയിൽ ഭാരതം. കഴിഞ്ഞ 2 ടേം കൊണ്ടാണ് ഈ ഭാരതത്തിൻ്റെ നാണ്യവിളകൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, ഇലക്ട്രോണിക്സ് എല്ലാം വിദേശത്ത് പോയി ഇന്ത്യ ആഗോള ഭൂപടത്തിൽ 4ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് വേറൊരു ശശി തരൂരിൻ്റെ ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ചെറിയ കൊച്ചു രാജ്യങ്ങളായ നമ്മുടെ ഇവിടുന്ന് മിസൈൽ ഉണ്ടാക്കിയിട്ട് വിക്ഷേപിക്കാൻ കൊറിയയിൽ പോകും, റഷ്യയിൽ പോകും. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് മറ്റു രാജ്യങ്ങൾ, ഏകദേശം 20-ൽ പരം രാജ്യങ്ങൾ ആന്ധ്രയിലെ ഷാറിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ISROയുടെ ടെക്നോളജിയിൽ. അത് വലിയ മൂലധനം ഭാരതത്തിനുണ്ടായി. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകത്തിൽ 3ാം സ്ഥാനമാണ്. ഇസ്രായേൽ കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്നത് ഭാരതമാണ്. കൃഷിയിൽ ഭാരതം ഒരു കാർഷിക രാജ്യമാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ബുക്ക് പറഞ്ഞിട്ടുണ്ട്, ഈ കാർഷിക രാജ്യത്ത് ഭാരതം പണ്ട് ദാരിദ്ര്യത്തിലേക്കായിരുന്നു. ഇവിടെ സമരങ്ങളുണ്ടായിരുന്നു ഭക്ഷ്യ സാധനത്തിന് വേണ്ടി. ഇന്ന് ആ ഭാരതം മാറി, ഇന്ന് വിദേശത്ത് എക്സ്പോർട്ട് അയക്കുന്നു, എക്സ്പോർട്ടുകാർക്ക് സബ്സിഡി കൊടുക്കുന്നു. പണ്ട് സബ്സിഡി കൊടുക്കും, അത് കോൺഗ്രസിൻ്റെ മുതലാളിമാരാണ്. ഇവിടുന്ന് ചേനയും ഏത്തക്കായും കയറ്റി വിട്ടിട്ട് ഫ്രൂട്ട്സ് അയച്ചു എന്ന് പറഞ്ഞ് സബ്സിഡി ഗവൺമെൻറ്റിൽ നിന്ന് എഴുതിയെടുക്കും. ഇന്ന് അങ്ങനെയല്ല, എല്ലാത്തിനും സുതാര്യമാണ്. പണ്ട് ഇവിടുത്തെ വിത്ത് വർഗ്ഗങ്ങൾ എക്സ്പോർട്ട് ചെയ്യാമായിരുന്നു, ഇന്ന് വിത്ത് വർഗ്ഗങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇതൊരു BJP നേതാവല്ല പറയുന്നത്, കോൺഗ്രസിൻ്റെ ശശി തരൂരാണ് പറയുന്നത്. പണ്ട് വിത്ത് വർഗ്ഗങ്ങൾ പോകുമ്പോൾ ഒറിജിനലായിട്ട് വിത്ത് പോകും. ഇന്ന് നരേന്ദ്രമോദിയും കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻജിയും പറഞ്ഞിരിക്കുന്നത്, ഉദാഹരണം നെല്ല് പോകുന്നു, നെല്ല് ബോയിലറിങ് ചെയ്തിട്ടാണ് പോണത്, ചൂടുവെള്ളത്തിലിട്ടിട്ട് പൊടിക്കാതിരിക്കാൻ. അതുപോലെ വിവിധ ഇനം കമ്പുകൾ പോകണമെങ്കിൽ, അതുപോലെ തേങ്ങ പോകണമെങ്കിൽ, തേങ്ങ പോയാൽ എന്താ, നൺ കഷ്കിഡ് കോക്കനട്ടാണ്. തേങ്ങ പൊതിച്ചേ അയക്കുകയുള്ളൂ, തൊണ്ടോടെ അയക്കില്ല. എങ്കിൽ കേരളത്തിൻ്റെയോ കർണാടകത്തിൻ്റെയോ തമിഴ്നാടിൻ്റെ ഇത് മറ്റു രാജ്യങ്ങൾ തെങ്ങ് വളർത്തിയെടുക്കും. അപ്പോൾ നാണ്യവിളയിൽ കേരളം മറ്റു രാജ്യങ്ങളാവും. അതുകൊണ്ട് പല പരിഷ്കാരങ്ങളും ഗാട്ട് കരാർ കഴിഞ്ഞതിന് ശേഷം തുഗ്ലക് പരമായ പരിഷ്കാരം കൊണ്ടുവന്നത് നരേന്ദ്രമോദിയുടെ കാർഷിക മന്ത്രാലയമെന്ന് ശ്രീമാൻ തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വാനുവോളം തൊഴിൽ നയങ്ങളെയും സാമ്പത്തിക നയങ്ങളെയും, കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയത്തെ നഖശികാന്തം അദ്ദേഹം അന്നും ഇന്നും പഞ്ചവത്സര പദ്ധതികളെ ശശി തരൂർ എതിർത്തിരുന്നു.
ഇന്ന് നീതിയെ ആ പഞ്ചവത്സര പദ്ധതിയെ പിരിച്ചു വിട്ടിട്ട് ആരാധ്യനായ നരേന്ദ്രമോദി നീതി ആയോഗ് കൊണ്ടുവന്നു. ആ തുഗ്ലക് പരിഷ്കാരം എന്ന് ആക്ഷേപിച്ച കോൺഗ്രസ്സുകാർ ഇന്ന് ഭാരതം ഇത്രയും സ്ഥാനത്ത് നിന്ന് 54 സ്ഥാനത്ത് നിന്ന് 4-ാമതിലേക്ക് എത്തുവാൻ നീതി ആയോഗിൻ്റെ അഗ്രഗണ്യന്മാരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന നിർമ്മല സീതാരാമനാണ്. ഇതെല്ലാം ശശി തരൂരിനറിയാം. ഈ ഭാരതത്തിൻ്റെ എക്കണോമി പണ്ട് നമുക്കറിയാം, നമ്മൾ തന്നെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അറിഞ്ഞൂടെ ചാരക്കേസ്. ഇവിടെ കരുണാകരൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കരുണാകരനും ഉമ്മൻചാണ്ടി തമ്മിലുള്ള അടി തീർക്കുവാൻ ആ സയൻറ്റിസ്റ്റ് നമ്പി നാരായണനെ ബലിയാടാക്കി. അദ്ദേഹം ക്രയോജനിക് വികസിപ്പിച്ച് വച്ചിരുന്നു. 25-30 വർഷം രാജ്യം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുറകോട്ട് പോയി. നമ്മുടെ സയൻറ്റിസ്റ്റുകൾക്ക് യാതൊരുവിധ രീതിയിൽ പ്രവർത്തിക്കുവാൻ അനുവാദമില്ലായിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഭാരതം ഉജ്ജ്വലമായ വളർച്ച. എന്നാൽ നമ്പിനാരായണൻ്റെ ആത്മകഥയിലെല്ലാം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, ഒരു പണിയും ചെയ്യുവാൻ കോൺഗ്രസ് സമ്മതിക്കില്ല. കാരണം ബ്രിട്ടൻ വളരണം, ഇറ്റലി വളരണം, പക്ഷേ ഭാരതം വളരുവാൻ പാടില്ല. ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ മുൻപ് ഭരിച്ചിരുന്ന ഭരണാധികാരികളെന്ന് കോൺഗ്രസിൻ്റെ ശശി തരൂരിന് വ്യക്തമായിട്ടുള്ളത് കൊണ്ട് ശ്രീമാൻ തരൂർ എനിക്ക് തോന്നുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് സഹകരിക്കുമെന്ന്. അദ്ദേഹം പോണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേക്കേറുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.